കാണാം കേട്ടോ. ഫുള്ള് കാല് കുത്തി വെച്ചിരിക്കുക. എത്ര കാല് കുത്തിയിട്ട് ഒരു സ്ഥലപ്പേര് എഴുതി വെച്ചിരിക്കുന്നത്. അവർക്ക് കുഞ്ഞൊരു പേരിട്ടൂടെ അല്ലേ. ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. കുറേ നാളായില്ലേ നമ്മൾ കണ്ടിട്ട്. കുറേ നാളായിട്ടുണ്ട്. ഞാൻ കൊച്ചൊക്കെ ആയത് ഞാൻ പറഞ്ഞൊന്നുമല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കൊച്ചിനെ നോക്കേണ്ട കാര്യത്തിലും കുറേ കാര്യങ്ങളിലൊക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിരുന്നേ. നമുക്ക് വീഡിയോ എടുക്കാനും പുറത്തേക്ക് ട്രിപ്പ് പോകാനും ഒന്നിനും പറ്റിയൊരു സിറ്റുവേഷൻ അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വ്ളോഗുകളൊന്നും ഉണ്ടായിരുന്നില്ല. ന്യൂസിലാൻഡിൻ്റെ വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ നാട്ടിൽ നിന്ന് മമ്മീനും പപ്പേനൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നുണ്ട്. കൊച്ചിൻ്റെ കാര്യങ്ങൾക്കും ഞങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മമ്മീനും പപ്പേനും നാട്ടിൽ നിന്ന് കൊണ്ടുവന്നുണ്ട്. അപ്പോൾ അവരെയും കൊണ്ട് ഇറങ്ങിയതാണ് ഒരു ട്രിപ്പ്. അപ്പോൾ ആ ട്രിപ്പ് നിങ്ങൾക്കും കൂടി ഒന്ന് പങ്കുവയ്ക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു പിക്ക എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി. ആ വീഡിയോ ഞാനൊരു പ്രാവശ്യം ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ചാനലിൽ തന്നെ കിടക്കുന്നുണ്ട്. പിക്ക എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫോട്ടോഷൂട്ടിന് പറ്റിയൊരു ലൊക്കേഷനാണ്. അപ്പോൾ ഇവിടെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യണേ. നമ്മൾ പോകുന്നത് എവിടേക്കാണെങ്കിൽ ന്യൂസിലാൻഡിൻ്റെ തലസ്ഥാനമായ വെല്ലിംഗ്ടണിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. നമുക്ക് പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമില്ലാണ്ടാണ് പോകുന്നത്. ആ കൂടി ഒരു കാര്യം ചെയ്തിട്ടുള്ളത്, പോണ വഴിയിൽ ഇന്ന് രാത്രി സ്റ്റേ ചെയ്യാനായിട്ടൊരു വീട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് മാത്രമാണ് അഡ്വാൻസ് ആയിട്ട് ചെയ്തിട്ടുള്ളത്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കിനി ബാക്കി കാഴ്ചകളൊക്കെ ഇങ്ങനെ പോയി കാണാം. അപ്പോൾ നമുക്ക് ഇവിടെ പിക്കയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് പിക്കയിലേക്ക് ഇങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു വഴി കൂടെ നടന്ന് വേണം വരാൻ. ചെറിയൊരു കാർഡ് സെറ്റപ്പാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ആദ്യമേ. ഇതൊക്കെ മറ്റേ വെള്ളം കയറി കിടക്കുന്ന ഒരു സെറ്റപ്പാണ്. വെള്ളം കയറി മറ്റേ ചതുപ്പ് പോലെയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ കിടക്കുന്ന സെറ്റപ്പാണ്. പക്ഷേ ഭയങ്കര വ്യൂ പോയിൻ്റാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഞാൻ ലിൻഡയുടെ മെറ്റേണിറ്റി ഷൂട്ടൊക്കെ ഞങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കൊക്കെ വരാറുണ്ട്. പിന്നെ ഇന്നിപ്പോൾ മമ്മിയും പാപ്പയൊക്കെ വന്നിട്ടുള്ളത് കൊണ്ടാണ് അവരിനും കൂടി ഒന്ന് കാണിക്കാം, 1-2 ഫോട്ടോസ് എടുക്കാം, ഫ്രെയിം ചെയ്ത് വെക്കാനൊക്കെ നല്ലതല്ലേ. അതിന് പറ്റിയൊരു ലൊക്കേഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സ്ഥലം മിസ് ചെയ്യാതെ ഓടിച്ചാടി പോകുന്നത്. നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്, എന്നാലും ഒരു പ്രാവശ്യം കൊണ്ടൊന്ന് കണ്ടോ. ഒരു രസമല്ല ഇതൊക്കെ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അന്ന് കണ്ട, എനിക്ക് തോന്നണേ അന്ന് ആ വീഡിയോ ഇട്ടിട്ട് ഏകദേശം ഒരു 1 ഇയറിന് അടുപ്പിച്ചായിട്ടുണ്ട്. അപ്പോൾ ഇപ്പം എന്തോരം വ്യത്യാസങ്ങളുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. ഈ സ്ഥലത്തിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പാലത്തിൽ കൂടെ നിന്ന് നടക്കുക, അത്രയേ ഉള്ളൂ. ഇത് നല്ല വ്യൂ ആണിത്, നല്ല ഭംഗി ഇവിടെ കാണാനും. എന്താ പറയുക, ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വെറുതെ ചില്ല് ചെയ്യാൻ വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ കണ്ടോ, നല്ല ഭംഗിയിൽ കാണാനായിട്ട്. ഇതൊരുപാട് ഫോട്ടോസിലും കാണാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് കേട്ടോ. ഇത് കൂടെ ഇങ്ങനെ അത്രയും ലോങ് വരെ ഇങ്ങനെ നടന്നു പോവാം. നമുക്കൊന്ന് നടന്നിട്ട് വരാം, അവിടെ അറ്റത്ത് എന്താ ഉള്ളതെന്ന് നോക്കിയിട്ട് വരാം. ഹലോ 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 മാത്തപ്പൻ കുഞ്ഞാറ്റനെ കണ്ടതിൻ്റെ സന്തോഷത്തിലാ. ഇവിടെയൊക്കെ നല്ല പക്ഷികളൊക്കെ ഉണ്ട്, നല്ല വെറൈറ്റി പക്ഷികളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി സെറ്റപ്പ്. അതിവിടെ ഒരു ചെറിയൊരു ഷെഡ്, ഇതൊക്കെ നമ്മളൊന്ന് കണ്ടത്, വ്യത്യാസങ്ങളൊന്നുമില്ല. ഇതിങ്ങനെ നമുക്കിങ്ങനെ നടന്നു പോയി നോക്കി ആ വ്യൂ നോക്കി, എന്തൊരു ഭംഗിയാണ് നോക്കി. സെറ്റല്ലേ. ഇത് കൂടെ ഇങ്ങനെ നടന്ന് നേരെ ആ കാട്ടിലേക്ക് കയറുക, അതാണ് അതിൻ്റെ പിന്നിലുള്ളൊരു കാര്യം. ആ കാടെന്ന് പറയുന്നത് നേരെ ആ മൊട്ടക്കുന്നിലേക്ക് കയറുക, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു സെറ്റപ്പ്. ഇവിടെയൊക്കെ 2 സൈഡിലും അത്ര നല്ല വെള്ളമൊന്നുമല്ല, അത്രയെന്നല്ല, തീരെ നല്ല വെള്ളമല്ല, ആകെ ചെളി പിടിച്ചിട്ടുള്ളൊരു വെള്ളമാണ്. മറ്റേ ചതുപ്പ് പോലത്തെ ഒരു സെറ്റപ്പല്ല, ഒഴുക്കൊന്നുമില്ലല്ലോ. ആൾക്കാരെ കൂടി വരുന്നുണ്ടല്ലോ. ഇതിനകത്ത് എന്താണോ സംഭവം. അങ്ങനെ നമ്മളിങ്ങനെ കാട്ടിലേക്ക് പതുക്കെ കയറിയിട്ടാ എന്താണെന്നൊന്ന് നോക്കിയിട്ട് വരാം. ഓ, പെരും കാടാണ് കേട്ടാ. കാട്ടിക്കൂടെ ഇങ്ങനെ നടക്കുക. വാവ്, അടിപൊളി. അപ്പോൾ അങ്ങനെ പിക്കയിലുള്ള നമ്മുടെ ഫോട്ടോഷൂട്ടും എൻജോയ്മെൻറ്റൊക്കെ കഴിഞ്ഞ് പതുക്കെ നമ്മൾ ഉദ്ദേശിച്ച ലൊക്കേഷനിലേക്ക് പോകണം. എവിടെ? തലസ്ഥാനം ന്യൂസിലാൻഡ് തലസ്ഥാന നഗരിയിലേക്ക് നമ്മൾ വിടണ്, വെല്ലിംഗ്ടണിലേക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് പതുക്കെ പോവാട്ടാ. ഞങ്ങളിപ്പോൾ വെല്ലിംഗ്ടണിലേക്ക് പോകുന്ന റൂട്ടിൽ നിന്ന് മാറി ഒരു സ്ഥലത്തേക്ക് എത്തി. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഫുഡ് പ്രിപ്പയർ ആക്കി കൊണ്ടുവന്നുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്ത് നല്ലൊരു ലൊക്കേഷൻ നോക്കി വണ്ടി നിർത്തി ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചതാണ്.
അപ്പോൾ അങ്ങനെ നിർത്തിയപ്പോൾ ഒരു നല്ലൊരു കൗതുകമായിട്ടുള്ളൊരു സ്ഥലം കണ്ടു. എന്താണെന്ന് കണ്ടോ? നോക്കിയേ, ഈ സ്ഥലത്തിൻ്റെ ഇത് കണ്ടോ? ലോങ്ങസ്റ്റ് പ്ലേസ് നെയിം ഇൻ ദ വേൾഡ്. ലോങ്ങസ്റ്റ് പ്ലേസ് നെയിം, ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്ഥലപ്പേരുള്ള സ്ഥലമാണത്. ആ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് നോക്കാതെ പറയാൻ പറ്റില്ല, ഞാൻ നോക്കി അത് പറഞ്ഞു തരാം. അപ്പോൾ ഇവിടുന്ന് ഒരു 500 മീറ്റർ പോയി കഴിഞ്ഞാൽ വലത്തെ സൈഡിലാണ് ആ സ്ഥലം കാണുന്നത്. അപ്പോൾ നമുക്ക് പതുക്കെ അങ്ങോട്ട് പോയി അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. അങ്ങനെ നമ്മൾ ആ സ്ഥലപ്പേരുള്ള ആ ലൊക്കേഷനിലെത്തി. ഇതാണ് ആ സ്ഥലപ്പേര് കേട്ടോ. അതിങ്ങനെ ഈ ബോർഡ് കാണുന്നത് മൊത്തം ആ സ്ഥലപ്പേരാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇവിടെ ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ചെറിയ ചെറിയ ടേബിളുകൾ കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് പതുക്കെ ഇവിടെ നിന്ന് പിടിവിടാം. നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായ വെല്ലിംഗ്ടണിലേക്ക് നമുക്ക് ഇവിടുന്ന് പോവാം. ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല, ഈ പ്രകൃതി തന്നെയുള്ളത്. നമുക്ക് പോണ വഴിക്ക് എല്ലായിടത്തും കാണുന്ന ഒരു സെറ്റപ്പ് തന്നെ. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ലോങ്ങസ്റ്റ് പ്ലേസ് നെയിം, അത്ര മാത്രമേ ഉള്ളൂ. സ്ഥലപ്പേര് ഭയങ്കര വലുതാണ്. അത് ഈ വേൾഡിൽ കേട്ടോ, വെറുതെ ന്യൂസിലാൻഡിലത്തെ കഥകളല്ല പറയണേ. ഓൾ വേൾഡിലെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ലോങ്ങസ്റ്റ് നെയിമായിട്ടുള്ള പ്ലേസാണത്. പ്ലേസ് നെയിമുള്ള സ്ഥലം നോക്കിയേ, ആ സ്ഥലത്തിൻ്റെ പേര് എഴുതിയിട്ടുള്ളത് കൂറ്റനൊരു ബോർഡിൽ. എന്താ അവസ്ഥ നോക്കില്ലേ. പക്ഷേ എൻ്റെ പൊന്നെ, എത്ര ഡിസ്റ്റൻസിലേക്ക് എടുക്കണമെന്നൊക്കെ. ഇത് ഏതോ മവോറി ലാംഗ്വേജ്, അതുകൊണ്ട് നമുക്കത് വായിക്കാൻ പറ്റാതെ. ഇംഗ്ലീഷ് അല്ല അത്, സ്പെല്ലിങ് ഇംഗ്ലീഷ് ആണെന്നേ ഉള്ളൂ, പക്ഷേ മവോറി ലാംഗ്വേജിലാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് പതുക്കെ ഫുഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ ആകെ ചളി പിളിയാണ്. അയ്യേ, വണ്ടികളൊക്കെ ഇങ്ങനെ ഇപ്പോൾ ഉള്ളിലേക്ക് ഇറക്കിയിട്ടേ ആകെ ചെളിയാക്കി വെച്ചിരിക്കുക. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടുള്ള പൊതി തുറക്കാട്ടോ. പൊതി തുറക്കുക. ഇവിടെ മമ്മിയും പപ്പൊക്കെ ചെറുതായിട്ട് കഴിച്ചു തുടങ്ങി. ഞാൻ നമ്മുടെ പൊതി തുറക്കാണ്. അപ്പോൾ ചിക്കൻ, റൈസ്, പപ്പടം, മുട്ട, സാലഡ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ് ഇടാ. അപ്പോൾ നമുക്കത് പതുക്കെ പിടിക്കാൻ. ഇവിടെ എല്ലാവരും ഇങ്ങനെ ഫുൾ സെറ്റായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ ലോങ്ങസ്റ്റ് പ്ലേസിന്റെ ഇത് കണ്ടില്ലേ, ബോർഡ് കണ്ടില്ലേ, വേൾഡ്. ഈ ബോർഡ് കണ്ടില്ലേ, ഈ ബോർഡിലത്തെ മൊത്തം ഈ അക്ഷരങ്ങൾ ഞങ്ങൾ മൊത്തം എണ്ണി നോക്കി. 85 അക്ഷരം ഉണ്ട്. ഇത് മൊത്തം 85 അക്ഷരം. ലിൻഡയ്ക്ക് ഇതൊന്ന് വായിക്കാൻ പറ്റുമോ? ഞാൻ ട്രൈ ചെയ്യാം. ഒന്ന് നോക്കിയേ. ടൊമാറ്റോ, വാട്ടാൻകി, ഹങ്ങാക്ക, കോവ, ടൊമാറ്റേ, ട്രിപ്പിക്കാപ്പിക്കൈ, മൗങ്ങ, ഹൊറോനോപ്പോ, പൊക്കായി, വെനോ, കിത്താനാത്തോ. പ്രൊണൗൺസിയേഷൻ പക്ക തെറ്റായിരിക്കും, എനിക്കറിയത്തില്ല, ജസ്റ്റ് ട്രൈ ചെയ്തു തന്നേ ഉള്ളൂ. കേട്ടോ, ഇത് നിങ്ങളും പതുക്കെ ഒന്ന് വായിച്ച് നോക്കിയാലോട്ടാ. ഞാൻ ആ ഇത് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് എഴുതിയിരുന്നുണ്ട്. നിങ്ങളൊന്ന് വായിച്ച് പതുക്കെ ഒന്ന് നോക്കിയോളൂ. 85 അക്ഷരം ഉണ്ട് ഇത് മൊത്തം. ഇത് ഇതുവരെ എനിക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല. ഒരു പ്രത്യേക സാധനം. ഇത് ഇവിടെ ഒരു ഫോട്ടോ ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ഒരു ഫോട്ടോ ഉണ്ടോ? ഇത് ഇവിടുത്തെ ഒരു മാവോരി ടീമോളുടെയാണ് കേട്ടോ. ഇവിടുത്തെ എന്താ പറയുക, ഇവിടുത്തുകാരുണ്ടല്ലോ, ഇവിടുത്തെ ട്രൈബ്, അവരുടെയാണ് ഇതൊക്കെ കാണുന്നത്. പിന്നെ ലോങ്ങസ്റ്റ് പ്ലേസ് നെയിം ഇൻ ദ വേൾഡ്, ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് കിടക്കുന്നുണ്ട്. എന്തോ ഇവരുടെ മൗറി കൾച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ശരി, ഓക്കെ, എനിക്കറിയില്ല. അവിടെ ഉണ്ട്. പിന്നെ അതുപോലെ ഇവിടെ ഇതൊക്കെ കൂടുതൽ അവരുടെ ലാംഗ്വേജിലാണ് നമുക്ക് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അങ്ങനെ പറയാനും പറ്റില്ല. പിന്നെ ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, അത് വേറെ കാര്യം. എല്ലാം അതിനകത്തുണ്ട്. പിന്നെ നമ്മളതിനൊന്നും ചെയ്യാൻ നിന്നിട്ടില്ല. ലോങ്ങസ്റ്റ് പ്ലേസ് കണ്ടു, പ്ലേസ് നെയിമുള്ള സ്ഥലം, അതിൻ്റെ മുന്നിലെത്തി. ഇതാണ് ആ സ്ഥലം. അവിടെ നിന്നിട്ടൊന്ന് ഒരു നേരം ഭക്ഷണം കഴിക്കാൻ പറ്റി. അത് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ അങ്ങനെ നല്ല ഹാപ്പി മൂമെൻറ്റുകളാണ്. എങ്ങനെയുണ്ട്? ബെസ്റ്റ് സ്ഥലമല്ലേ കാണാനായിട്ട്? നിറയെ കുന്നും മലയും, ആടിനും മേയ്ക്കുന്നുണ്ട് അവിടെ ഇഷ്ടംപോലെ. ആട്, മറ്റേ പശുക്കൾ, അങ്ങനെ എല്ലാതും ഇവിടെ മേച്ച് കൊണ്ട് നടക്കുക. കാരണം പുല്ലല്ലേ, ഫുള്ള് പുല്ല് തിന്ന് വളരെ സിമ്പിളായിട്ട് നടക്കാമല്ലോ. ഇവിടെ ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. ഇവിടെ അങ്ങനെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. കുഞ്ഞാറ്റൊക്കെ ഉറക്കത്തുനിന്ന് എണീറ്റ് വന്ന് മിടിക്കായിട്ട് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. മാത്രം ഭക്ഷണം കഴിച്ചാൽ എല്ലാവരും ഭക്ഷണം കഴിച്ച് സെറ്റായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി പതുക്കെ പിടി വിട്ടാലോ? കെവിൻ, വിട്ടാലോ നമുക്ക്? അമ്മ പറഞ്ഞ കേക്കാം, കുസൃതി കാട്ടി രസിക്കാം, കുസൃതി കാട്ടി രസിക്കലാണ് മെയിനായിട്ടുള്ളത്, വേറെ ഒന്നും ഇല്ലല്ലോ അല്ലേ കുഞ്ഞാറ്റെ? എന്താ പറയാ? എന്തെങ്കിലും പറഞ്ഞേ ഹലോ എന്ന് പറഞ്ഞേ. ഇതാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ച സ്ഥലം കേട്ടോ. ഇത് ഞങ്ങൾ വരുമ്പോൾ നല്ല നീറ്റായിരുന്നു. ഞങ്ങൾ പോകുമ്പോൾ നല്ല നീറ്റാക്കി വെച്ചു. കാരണം ഇവിടെ ഒന്നും വേസ്റ്റ് ഇടാൻ പാടില്ലല്ലോ, നിങ്ങൾക്കറിയാലോ. അപ്പോൾ താഴെ നിന്ന് ഒരു ടിഷ്യൂ കിട്ടി. അപ്പോൾ അതൊക്കെ ഞാൻ പറക്കിയെടുത്ത് പതുക്കെ പിടിവിടാൻ നിൽക്കുക. പറ്റിക്കണ്ടാന്ന്.
ഞാനൊക്കെ എത്ര തവണ ചോദിച്ചിട്ടുണ്ടെന്ന് എന്റെ അടുത്ത് ഉമ്മ തന്നിട്ടില്ലല്ലോ. ചക്കര ഉമ്മതാ, ഒരു എന്റെ പൊന്നെ. ഒരു ഉമ്മുമ്മതാ. അപ്പൊ അങ്ങനെ പതുക്കെ നമുക്ക് വണ്ടി കയറി പതുക്കെ നമ്മുടെ അടുത്ത ലൊക്കേഷനിലേക്ക് ചാടാം. നമുക്ക് നമ്മൾ ഈ വഴിക്ക് ഇതുവരെ വന്നിട്ടില്ല. ഈ പാലത്തും കൂടെ വന്നിട്ടുണ്ടോ? അത് ഇതല്ല അല്ലല്ലോ. ഇത് ടോട്ടാറ നോബ് ഔട്ട് പോസ്റ്റ് ഹോഴ്സ് ട്രക്സ്. കുതിരകളുടെ ട്രക്കിങ് നടക്കുന്ന സ്ഥലമാണോ? ഇവിടെ വന്നിട്ടുണ്ടോ? അമ്മേ ബെസ്റ്റ് സ്ഥലല്ലേ. സെയിം വന്നിട്ടുണ്ട് നമ്മള്. നാമല്ല നോക്കി ആ സൈഡ് ആൾക്കാർ കിടന്നുറങ്ങുന്നുണ്ടോ അവിടെ? മറ്റേ ട്രക്ക് ഇതുണ്ടാ ക്യാമറ വാൻ ടീം. അമ്മേ സെറ്റപ്പ്. ഇവിടൊക്കെ താമസിക്കണം ടെന്റ് അടിച്ചിട്ട്. നമ്മള് കാറ്റാടികളുടെ മുന്നിലേക്ക് എത്തണുണ്ടോ? കാറ്റാടികൾ. ഞങ്ങളങ്ങനെ പതുക്കെ ഡ്രൈവ് ചെയ്ത് നമ്മുടെ റൂമിലേക്ക് വീടാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഹോട്ടൽ റൂമല്ല, കോട്ടേജുകളാണ്. ഒരു 2 വീടാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ വീട്ടിൽ നമുക്ക് തന്നെ കുക്ക് ചെയ്യാം. കിച്ചനും പിന്നെ അടുക്കളയിലേക്കുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. നമ്മൾ മേടിച്ച് കൊണ്ടുപോയാൽ മതി. പാത്രങ്ങളും എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടാവും. അപ്പോൾ ഒരു കുപ്പി പാല് മേടിക്കാം. പിന്നെ എന്തെങ്കിലും വെജിറ്റബിൾസ്, മറ്റേ പാക്കറ്റ് മേടിക്കണ്ടേ വെജിറ്റബിളിൻ്റെ, അത് മേടിക്കണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ അടുത്തൊരു പാക്ക് ആൻഡ് സേവ് എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. പാക്ക് ആൻഡ് സേവ് കണ്ടിട്ടില്ലേ? ഞാൻ ഈ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ പാക്ക് ആൻഡ് സേവ് ന്യൂസിലാൻഡിലെ എല്ലാ മെയിൻ സെൻറ്ററുകളിലും ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഉണ്ട് അത്. അപ്പോൾ ഇവിടേക്ക് വന്ന് നമ്മളൊരു കുപ്പി പാലെടുത്ത് പതുക്കെ വീട്ടിലേക്ക് പോവാം. ആ ഭാഗത്തോ പാലുകളുടെ സെക്ഷൻ ഇവിടെ. പാല് ഇതൊന്ന് ചെറുതെടുത്തോ, ഇരുന്നോട്ടെ എടുത്തല്ലേ. ഇഷ്ടമില്ല ചോക്ലേറ്റ് കുഴപ്പമില്ലല്ലോ. ഇതാണ് നമ്മൾ എടുത്തത് കേട്ടാ. പാലെടുത്തു, ഒരു കഷ്ണം കേക്ക് എടുത്തു, പിന്നെ വെജിറ്റബിൾ അരിഞ്ഞു വെച്ചതും, പിന്നെ ഒരു കുപ്പി ഐസ്ക്രീം, ചോക്ലേറ്റ് ഹണിക്കോംബ് ഐസ്ക്രീം. ഇപ്പം ഞങ്ങൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉള്ളതായി. ബാക്കിയൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ മേടിച്ചു പോകുന്നുണ്ട്, വീട്ടിൽ നിന്ന് തന്നെ. കാരണം ഇവിടെ വന്നിട്ട് ഇങ്ങനെ മേടിക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ വന്നപ്പോൾ അറിയണേ പാല് എടുത്തിട്ടില്ല വീട്ടിൽ നിന്ന്. പിന്നെ വെജിറ്റബിളിൻ്റെ നമ്മൾ റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ആ റൊട്ടിക്കകത്ത്, അതായത് ചപ്പാത്തിക്കകത്ത് റോൾ ഉണ്ടാക്കില്ലേ നമ്മൾ, അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് വെജിറ്റബിൾ ഞങ്ങൾ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് ഓൾറെഡി. പക്ഷെ അത് വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നു. അപ്പോൾ അതും മേടിച്ചു, പാലും മേടിച്ചു. അപ്പം ഐസ്ക്രീം കണ്ടപ്പോൾ ഒരു കൊതി, അങ്ങനെ ഐസ്ക്രീം മേടിച്ചു. കുട്ടികളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ പറഞ്ഞ എന്താ പറയുക, ഞങ്ങൾ റൂം എടുത്തു എന്ന് പറഞ്ഞാൽ ഒരു വീട് എടുത്തു എന്ന് അവിടേക്ക് എത്തി. ഈ സ്ഥലം റൂമാട്ടി എന്ന് പറയും. അതായത് വേറെ ഏതൊക്കെയോ വള്ളിപ്പൊട്ടി ഒരു പേരാ, റൂമാട്ടി. ഞാൻ കറക്റ്റ് ഇത് പറഞ്ഞുതരാം. PSC ഹോംസ് എന്നാണ് ഇതിൻ്റെ പേര്. PSA ഹോളിഡേ ഹോംസ്. ഇപ്പോൾ ന്യൂസിലാൻഡിലുള്ള ആരെങ്കിലുമൊക്കെയാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ PSA ഹോളിഡേ ഹോംസ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താൽ മതി. അതിനകത്ത് അവൈലബിൾ ആണ്. ഇവിടെ എടുത്തിട്ടുള്ളത് 2 വീടുകളാണ്. അതായത് വീടുകൾ ഇവിടേക്ക് ഇങ്ങനെ ഓരോരോ വീടുകളായിട്ടാണ് ഈ വരുന്നത്. ഞങ്ങൾ എടുത്തിട്ടുള്ളത് ഈ ഒരു വീട് നമ്മുടെയാണ്, ഹൗസ് നമ്പർ 3. അതുപോലെ ഹൗസ് നമ്പർ 2 ക്രിസ്റ്റിയുടെ, നമ്മുടെ ഫ്രണ്ടിൻ്റെയാണ്. നേരെ ഓപ്പോസിറ്റ് കാണുന്നത് ബീച്ചാണ്. അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് തന്നെ 2 ബെഡ്റൂം, ഒരു കിച്ചൺ ഹോള്, ബാത്റൂം, ടോയ്ലറ്റ്, അങ്ങനെയാണ് വരുന്നത്. ഇനി ഞാൻ പതുക്കെ പോയിട്ട് കാറിനകത്തത്തെ സാധനങ്ങളൊക്കെ കയറ്റി വയ്ക്കട്ടെ. കാരണം ഇപ്പം മമ്മിയും ലിൻ്റെയൊക്കെ കൂടിയിട്ടാണ് കാറിനകത്ത് സാധനങ്ങളൊക്കെ കയറ്റി വയ്ക്കണേ. ഇനി ഞാൻ പോയിട്ടെല്ലാം ഹെൽപ്പ് ചെയ്ത് ഒന്ന് സെറ്റാക്കട്ടെ. ഇപ്പോൾ ജസ്റ്റ് വന്നല്ലേ ഉള്ളൂ. ഇനി ഞാൻ വീടിൻ്റെ അകം ഇപ്പോൾ കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല. പറ്റുവാണെങ്കിൽ ഇപ്പോൾ കാണിക്കാം, അല്ലെങ്കിൽ നാളെ കാണിക്കാം. ഓക്കെ.